Welcome to Simis Nadan Kitchen, and you're watching Simis Nadan Kitchen with Simi. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അച്ചപ്പമാണ്. അച്ചപ്പം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. തേങ്ങാപ്പാൽ, 2 മുട്ട, 12 ചെറിയ ഉള്ളി. ഉള്ളി ഓപ്ഷണലാണ്. ഉള്ളിയുടെ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ മാത്രം ഉള്ളി ചേർത്തേച്ചാൽ മതി. പിന്നെ കുറച്ച് ജീരകവും വേണം. അപ്പോൾ ഞാൻ ചെറിയ ഉള്ളി ഇതിലേക്ക് മിക്സിയിലേക്ക് അരിഞ്ഞിട്ടിട്ടുണ്ട്. അരിഞ്ഞിടുമ്പോഴത്തേക്ക് ഉള്ളി പെട്ടെന്ന് അരിഞ്ഞിട്ടും. ഇനി ഇതിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിക്കാം. പിന്നെ 1 ടേബിൾ സ്പൂൺ ചെറിയ ജീരകം. ഇതും ആ മിക്സിയിലേക്ക് തന്നെ ഇടണം. ഇതിലേക്ക് കുറച്ച് തേങ്ങാപ്പാലും കൂടെ ഒഴിക്കാം. ഇനി ഇത് നല്ലപോലെ അരച്ചെടുക്കണം. അച്ചപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അരിപ്പൊടി വേണം. അപ്പോൾ 1.5 കപ്പ് അരിപ്പൊടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് പൊടിച്ചേക്കുന്നത് ഭയങ്കര നൈസായിട്ടാണ് പൊടിച്ചെടുത്തേക്കുന്നത്, ഇടിയപ്പത്തിനൊക്കെ പൊടിക്കുന്ന പോലെ. അപ്പോൾ ഇത് വറുത്തിട്ടൊന്നുമില്ല, ഇത് പച്ചപ്പൊടിയായിരുന്നു. ഈ അരിപ്പൊടിയിലേക്ക് 2.5 കപ്പ് മൈദ ചേർക്കുക. ഇനി ഇതിലേക്ക് പഞ്ചസാര ചേർക്കണം. അപ്പോൾ മധുരം എങ്ങനെയാണ് വേണ്ടതെന്ന് വെച്ചാൽ അതനുസരിച്ചിട്ട് പഞ്ചസാര ചേർക്കുക. ഇതിപ്പോൾ 1/2 കപ്പ് പഞ്ചസാര ഇട്ടിട്ടുണ്ട്. അരച്ചെടുത്ത ആ ഉള്ളി ഇതിൻ്റെ അകത്തേക്ക് ചേർക്കാം. ഇനി ഇതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിക്കാം. എന്നിട്ട് ഇതൊന്ന് ഇളക്കി നോക്കാം. 1/4 കപ്പും കൂടെ പഞ്ചസാര ചേർക്കണേണ്. ഇത് തേങ്ങാപ്പാൽ കുറച്ചായിട്ട് ഒഴിച്ചിട്ട് ഇത് കട്ടയില്ലാത്ത രീതിയിൽ കലക്കിയെടുക്കണം. ഇതിപ്പോൾ നന്നായിട്ട് കട്ടയൊന്നും ഇല്ലാണ്ട് കലക്കിയെടുത്തിട്ടുണ്ട്. ഇതിൽ മധുരം ഇടുമ്പോഴത്തേക്ക് മധുരം നല്ല മുന്നേ നിൽക്കണം. മധുരം ചേർത്തുണ്ടാക്കുന്ന എല്ലാ പലഹാരങ്ങൾക്കും മധുരം കുറച്ച് അധികം ഇടണം. എന്നാൽ മാത്രമേ അത് വെന്ത് വരുമ്പോഴത്തേക്കും മധുരം കറക്റ്റ് പാകമാവുള്ളൂ. ഇതിലേക്ക് കുറച്ച് എള്ള് ചേർക്കണം. കഴുകി വേണം എള്ള് ചേർക്കാനായിട്ട്. അത് ഉണ്ടാക്കാൻ നേരം മാത്രമേ എള്ള് ചേർക്കാൻ പാടുള്ളൂ. ആദ്യമേ ചേർത്ത് കഴിഞ്ഞാൽ ഈ എള്ളിൻ്റെ കളർ അങ്ങ് ഇളകി വരും. അപ്പോൾ ഈ കഴുകിയ എള്ളിൻ്റെ അകത്തേക്ക് ചേർക്കാം. അപ്പോൾ ഈ എള്ളിൻ്റെ അകത്തേക്ക് ചേർക്കാം. എള്ളും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇത് ഇളക്കി കൊടുക്കാം. ഇതിങ്ങനെ കലക്കിയിട്ട് അത് വെച്ചേക്കേണ്ട ആവശ്യമില്ല. അത് കലക്കി കഴിഞ്ഞാൽ ഉടനെ തന്നെ ഇത് ഉണ്ടാക്കണം കേട്ടോ. അച്ചപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നല്ല വിസ്താരമുള്ള ഒരു പാത്രം എടുക്കണം, ചുവട് കട്ടിയുള്ള. അതിലേക്ക് വെജിറ്റബിൾ ഓയിൽ ഒഴിക്കാം. അതിപ്പോൾ 1 ലിറ്ററോളം വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. എണ്ണ ഒഴിച്ച് കഴിഞ്ഞാൽ അച്ചപ്പത്തിൻ്റെ അച്ച് ഈ എണ്ണയിലേക്ക് ഇട്ട് വെച്ചേക്കാം. അപ്പോൾ ആ എണ്ണയിൽ കിടന്നിട്ട് അത് നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരും. ഈ അച്ചപ്പത്തിൻ്റെ അച്ച് ഒന്ന് കഴുകിയിട്ടാണ് അതിൻ്റെ അകത്തേക്ക് വെച്ചത്. അപ്പോൾ അതിങ്ങനെ ആ വെള്ളം ആ അച്ചിൻ്റെ അകത്ത് വെള്ളം പോയി കഴിയുമ്പോഴത്തേക്കും അത് ചൂടായിട്ടുണ്ടാവും നന്നായിട്ട്. അപ്പോൾ അത് എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്, ആ അച്ചും ചൂടായിട്ടുണ്ട്. അതാണ് ഇങ്ങനെ നല്ല കൊമ്പ വരുന്നത്. മാവിലേക്ക് അച്ചു മുക്കുക. ഫുൾ മുങ്ങരുത്, മോൾ വശം മുങ്ങാൻ പാടില്ല. ഇങ്ങനെ മുക്കിയിട്ട് നേരെ എണ്ണയിലേക്ക് അപ്പം തന്നെ ഇടുക. അത് കഴിയുമ്പോൾ ഒന്ന് കുലുക്കി കൊടുക്കുക. അപ്പം അതിൽ നിന്ന് വിട്ടുവരും. അപ്പം ആദ്യം ഇട്ടത് ഒരു വശം മൂത്തായിരുന്നു. അപ്പം ഞാൻ തിരിച്ചിട്ടിട്ടുണ്ട്. എണ്ണയിലേക്ക് ഇട്ട ശേഷം 1 സെക്കൻഡ് ഇങ്ങനെ മുക്കി വെക്കുക.
അതിന് ശേഷം ഈ അച്ചൊന്ന് കുലുക്കി കൊടുക്കുക. അപ്പോൾ അത് വിട്ടുവരും. ഈ അച്ച് നന്നായിട്ട് ചൂടായാൽ മാത്രമേ ഇതിൽ നിന്ന് പെട്ടെന്ന് വിട്ടു പോരത്തുള്ളൂ. അതല്ലാന്നുണ്ടെങ്കിൽ ഈ അച്ചപ്പം അതിൽ നിന്ന് വിട്ടു പോരത്തില്ല. ഇപ്പോൾ ആദ്യം ഉണ്ടാക്കിയത് മൂത്തിട്ടുണ്ട്, ചെറിയ ബ്രൗൺ കളറായി. ഇനി അതൊക്കെ എടുക്കാം. രണ്ടാമത് ഉണ്ടാക്കിയേക്കുന്നതും ചെറുതായിട്ട് മൂത്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് മറിച്ചിടാം. ഇപ്പോൾ അച്ചപ്പം ആയിട്ടുണ്ട്. ഇതിപ്പം ആ മാവ് വെച്ചിട്ട് ഞാൻ ഏകദേശം 50 അച്ചപ്പോളം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ടുള്ള അച്ചപ്പമാണിത്. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം.